മാനസാന്തരത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുകയും ഭൂമിയുടെ അസ്തിത്വത്തിന്റെ അവസാന ഘട്ടങ്ങളെ അത് മനുഷ്യവർഗം നേർക്കുനേരെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന രണ്ടു കാര്യങ്ങൾ. മനുഷ്യവർഗം സത്യവും നീതിയും മറന്നു കളയുകയും അന്ധകാരത്തിലേക്ക് ആപ്പതിക്കുകയും ചെയ്യുമ്പോൾ ലോകാവസാനത്തിന്റെ 10 അടയാളങ്ങളിൽപ്പെട്ട 2 അടയാളങ്ങൾ സംഭവിക്കും. ഭൂമിയുടെ അവസാന നാളുകളിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു ഭയാനകരമായ ജീവി ഉയർന്നു വരികയും ചെയ്യും. ദാബത്തുൽ അർള് എന്നതിനെ പേര് വിളിക്കപ്പെടും. മനുഷ്യരെല്ലാം വലിയ ഭയപ്പാടോടുകൂടി ഈ ദൃഷ്ടാന്തത്തിന് സാക്ഷികളാവും. പതിവ് പോലെ സൂര്യൻ ഉദിച്ചതായി മനുഷ്യർക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ സൂര്യൻ ഉദിച്ചത് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചതായി കണ്ടാൽ ഇതിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ മനുഷ്യരും അന്ന് സത്യവിശ്വാസികളാവും. പക്ഷേ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല. അതുവരെ ധാരാളം തെളിവുകൾക്കും ദൃഷ്ടാന്തങ്ങൾക്കും സാക്ഷിയായിട്ടും വിശ്വാസം കൈക്കൊള്ളാത്ത മനുഷ്യർക്ക് അവർക്കുള്ള അവസരം അവസാനിച്ചിരിക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിന്റെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് വരുന്ന ദിവസം. അന്ന് ആർക്കും തന്റെ വിശ്വാസം ഒട്ടും ഉപകരിക്കില്ല. നേരത്തെ വല്ല വിശ്വാസം സ്വീകരിക്കുകയോ വിശ്വാസത്തോടെ വല്ല നന്മയോ ചെയ്തവർക്കല്ലാതെ. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ അതേ ദിവസം തന്നെ ഉച്ചയോടുകൂടി മറ്റൊരു അടയാളം സംഭവിക്കുന്നത് ഇതായിരിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആ വാക്ക് അവരുടെ മേൽ വന്നു ഭവിച്ചാൽ നാം ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ പുറപ്പെടുവിക്കും. മനുഷ്യർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢവിശ്വാസമുള്ളവരായില്ല എന്ന കാര്യം അതവരോട് വിളിച്ചു പറയും. വിശ്വാസം നിരാകരിക്കപ്പെടുമ്പോൾ ഭൂമിയതാ സംസാരിക്കുന്നു. ആ സംസാരം അത് ദാബത്തിലൂടെയായിരിക്കും. അത് പുറപ്പെടുവിക്കുന്നത് മുരൾച്ചകളോ ശബ്ദങ്ങളോ ആയിരിക്കില്ല. ആളുകളെ ഉപദ്രവിക്കാനോ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് സത്യം വ്യക്തമാക്കാനാണ്. മനുഷ്യരോട് കൃത്യമായത് സംസാരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനുഷ്യർ വിസ്മരിച്ചു കളഞ്ഞുവെന്ന് ആ മൃഗം ജനങ്ങളോട് പറയും. ഇത് വിനോദത്തിന് വേണ്ടിയുള്ള ഒരു കഥയല്ല, മറിച്ച് സത്യം നിഷേധിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള മനുഷ്യരാശിക്കുള്ള മുന്നറിയിപ്പാണ്. ആ ജീവിയുടെ ആഗമനം പശ്ചാത്താപത്തിന്റെ അന്ത്യമായി കണക്കാക്കപ്പെടും. ആ ജീവിയുടെ രൂപം മനുഷ്യരാശിക്ക് തിരിച്ചുവരവില്ലാത്ത ഒരു ഘട്ടത്തെ അടയാളപ്പെടുത്തും.